എങ്ങനെയാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉപയോഗിക്കേണ്ടത്? സബ് കോൺഷ്യസ് മൈൻഡിനെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏത് ഐഡിയയും നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഗേറ്റ് കീപ്പറുടെ റോളാണ് ആക്ച്വലി ഒരു കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്നത്. ഒരു ഗേറ്റ് കീപ്പർ, ഒരു പാറാവുകാരൻ എങ്ങനെയാണോ അതിന്റെ ഉള്ളിലോട്ട് ഐഡിയാസിനെ കയറ്റി അല്ലെങ്കിൽ ആളുകളെ കയറ്റി വിടുന്നത്, ഇതുപോലെയാണ് ഐഡിയാസിനെ പെനിട്രേറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ, അതിലേക്ക് ഉള്ളോട്ട് തുളച്ചു കയറി പോകണമെന്നുണ്ടെങ്കിൽ, കോൺഷ്യസ് മൈൻഡിനെ ഭേദിച്ചു പോകണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങളിലൂടെയാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മളെ പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റുക. സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു കാര്യം എത്തിച്ചേർന്നാൽ നമ്മളൊരു ആശയത്തെ, ഒരു സ്വപ്നത്തെ, അതല്ലെങ്കിൽ നമ്മളുടെ ഒരു ഗോളിനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോ പൈലറ്റായി, അത് ഓട്ടോമാറ്റിക്കലി എന്താവും, നമ്മുടെ മനസ്സ് അവിടെ എത്തി. അതുകൊണ്ടാണ് പലപ്പോഴും പറയാറുള്ളത്, നിങ്ങളുടെ മനസ്സെത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി അവിടെ എത്തും എന്ന് പറയാറുള്ളത്. നിങ്ങൾക്ക് ഒരു കാര്യം ഇവിടെ കാണാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉൾക്കണ്ണിൽ കാണാൻ പറ്റുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ വളരെ ഈസി ആയിട്ട് അത് ഓട്ടോമാറ്റിക് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് അത് മാറും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറിനെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ഈ കോൺഷ്യസ് മൈൻഡിന് ഒരു ഐഡിയ പെനിട്രേറ്റ് ചെയ്ത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്താൻ പറ്റുക. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ ആണ്. നമ്മൾ ആവർത്തിച്ച് എന്ത് കാര്യങ്ങളും നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, എന്ത് കാര്യങ്ങളും വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസം അതാണ് എല്ലാം. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വിശ്വാസമാണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഞാനും നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ആവർത്തിച്ച് നമ്മളുടെ പാരന്റ്സോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സോ അല്ലെങ്കിൽ സമൂഹമോ നമുക്ക് ആവർത്തിച്ച് കേൾക്കുന്നതിലൂടെയാണ് നമുക്കത് വിശ്വാസമായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട്, അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് ജീവിതത്തിൽ വളരെയധികം ഗോൾ സെറ്റിംഗിൽ വളരെയധികം പിന്നെ പ്രാധാന്യമുള്ളത്. കാരണം പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് നിരന്തരമായിട്ട് നമ്മളുടെ, ഫോർ എക്സാമ്പിൾ മണി അഫർമേഷൻ, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മണി അഫർമേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അത് വിശ്വാസമായിട്ട് മാറുകയും അത് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പോവുകയും ചെയ്യും. സോ ഒന്ന് റിപ്പീറ്റേഷനിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് വളരെ പെട്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് അലൈൻ ചെയ്യിക്കാൻ സാധിക്കും. രണ്ടാമത്തെ ടെക്നിക്ക്, ഐഡിയാസ് വിശ്വസനീയമായ സോഴ്സ് എന്നാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺഷ്യസ് മൈൻഡ്, ഈ പാറാവുകാരൻ പെട്ടെന്ന് കടത്തിവിടും. മൂന്നാമത്തെ ടെക്നിക്ക്, നമ്മളുടെ ബോഡി റിലാക്സ്ഡ് ആവുമ്പോൾ ചെയ്യാന്നുള്ളതാണ്, ആൽഫ സ്റ്റേജിലാവുമ്പോൾ ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ടാണ് രാവിലെ ഏർലി മോർണിംഗിൽ എണീക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും നമ്മുടെ മൈൻഡ് ആൽഫ സ്റ്റേജിലായിരിക്കാം. അതല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ സ്റ്റേജിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഗോൾ സെറ്റിംഗ് അഫർമേഷൻസും പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പോകും. ഒരു ഹിപ്നോസിസ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ആൽഫ സ്റ്റേജിൽ നമ്മൾ ഗോൾ സെറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഗോളുകൾ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വിഷ്വലൈസേഷനിലൂടെ. അതുകൊണ്ടാണ് നമ്മൾ ഡ്രീം കൊളാഷ് അല്ലെങ്കിൽ വിഷൻ ബോർഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്. ഈ 3 ടെക്നിക്കിലൂടെ, ഈ 3 സ്ട്രാറ്റജിയിലൂടെ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് വളരെ ഈസി ആയിട്ട് അലൈൻ ചെയ്യാൻ സാധിക്കും.